നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഫസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിഗ്മെന്റേഷനും പിമ്പിൾസ് PCOD ഉള്ള കാരണം പിമ്പിൾസ് ഒക്കെ എപ്പോഴും വരെയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അൺഈവൻ സ്കിൻ ടോൺ, ഇതൊക്കെ ഇങ്ങനെ കുറച്ചധികം നാളത്തെ ആട്ടോ മുന്നത്തെ ഒക്കെ പിക്ചേഴ്സ് ആണ്. അതിൽ നിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആണ്, ഒരൊറ്റ പിമ്പിൾ മാർക്കില്ല, അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ഏജ് സ്പോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഏജ് വന്നിട്ട് 35 ആണ്. അപ്പോൾ എൻ്റെ ഈ ഏജിലും നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട്, മാർക്സ് ഉണ്ട്, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാവുന്ന, ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കുറച്ച് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഇന്ന് പറയാൻ പോകട്ടെ. കറണ്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഒരു കുറച്ചധികം നാൾ, കുറഞ്ഞതൊരു 3 months എങ്കിലും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും. കാരണം അത് ഞാനിങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഡിഫറൻസ് ആണ് എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എന്ന് വിചാരിക്കാണ്ട് ക്ഷമയോടുകൂടി അങ്ങനെ ഫോളോ ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും, ബാരിയർ റിപ്പയർ ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറെ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങണേക്കാളും നമ്മുടെ ഫേസിലെ ബാരിയർ ഒക്കെ ക്ലിയർ ആയി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതായത് ചിലർക്ക് ഫേസിൽ മാർക്സ്, പിമ്പിൾസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടി ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ചിലർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അതിനൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, ആ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിനെ ഇങ്ങനെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, ആ ഒരു രീതിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു റുട്ടീനാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് നിലാസെറപ്സിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ടീഷർട്ട് മാറിയിട്ട് നേരെ ഇങ്ങോട്ട് വരിക ചെയ്ത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിടുന്ന ടീഷർട്ടിലൊക്കെ നിറയെ വേർപ്പും പിന്നെ അടുക്കളയിലൊക്കെ പണിയെടുത്തിട്ട് ഒരു വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറി വേറൊരു ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തന്നെ. അപ്പം ഞാൻ ഫേസ് വെറുതെ വാഷ് ചെയ്തിട്ടാണ് അടുക്കള പണിയൊക്കെ ചെയ്ത് പല്ലേച്ചപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ആണല്ലോ, കുറേ ആയല്ലോ എൻ്റെ ഒരു കറണ്ട് ഇപ്പോഴത്തെ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. നിലാസെറപ്സിന്റെ ഫേസ് വാഷ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും, മാറ്റും. പിന്നെ അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ റെഡ് സാൻഡൽവുഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഫേസ് വാഷ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സ്ഥിരമായി യൂസ് ചെയ്യുന്നതിലൂടെ അത് കറക്റ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന്റെ ബാരിയർ ഒക്കെ നമുക്ക് ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആക്കാതെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ജെൽ ഫോമിലാണ് നമ്മുടെ ഫേസ് വാഷ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കുറച്ചേരമായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഷർട്ടൊക്കെ മാറാൻ വേണ്ടി നിന്നു. നെക്സ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെറിയൊരു നനവിൽ തന്നെ ടോണർ അടിച്ചു കൊടുക്കും. നിലാസെറപ്സിന്റെ ഫേസ് ടോണറാണ് ഇത്. വന്നിട്ട് ടെൻഡർ കോക്കനട്ട് അതുപോലെ തന്നെ സീ സാൾട്ട് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസിൽ എപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കുരു ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അങ്ങനെ തീരെ കുരു ഇല്ല. പിന്നെ ഫേസ് നല്ല ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അതായത് പിമ്പിൾസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ PCOD ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് കുരു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവണ നേരം കൊണ്ട് അതാ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം ചെയ്യണത് ഇതാണ്. ഇത് വന്നിട്ട് നിലാസെറപ്സിന്റെ, ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, ഇങ്ങനെ പാക്ക് അതായത് സ്റ്റിക്കർ ഇല്ലാത്തത്. നിലാസെറപ്സിന്റെ ലിപ് സ്ക്രബാണ്. അപ്പൊ ഇത് കുറച്ചെടുക്കുക. അപ്പൊ ടോണർ ഒന്ന് സെറ്റ് ആവണ നേരം കൊണ്ട് ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ലിപ്സിലൊന്നും അപ്ലൈ ചെയ്തെടുക്കുക. ചിലപ്പോൾ വൈകുന്നേരം ആവും, ചിലപ്പോൾ കാലത്താവും, നമുക്ക് നേരം കിട്ടണ അതുമാതിരി ഒന്നും വിട്ടൊന്നും മൈൽഡായിട്ടുള്ള ഒരു ഇത് ഹണിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ. ജസ്റ്റ് ഇതാ ഒന്നിങ്ങനൊന്നും സോഫ്റ്റായിട്ട് കൈ കൊണ്ട് തന്നെ മതി, ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ടോണർ സെറ്റ് ആവണ നേരം കൊണ്ട് ഇത് നമുക്ക് ആക്കാനുള്ള സമയം ഉണ്ടാവും. ഈ ഒരു കോട്ടൺ ഇത് 100 രൂപയ്ക്ക് കിട്ടണതാണ് കേട്ടോ. ഇങ്ങനെ 2 പാക്കറ്റ്, ഇതിൽ 100 പാഡ് ഉണ്ടാവും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാൻ കുറച്ച് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനം. ഇത് വെച്ചിട്ടൊന്ന് തുടച്ചളയാട്ടോ. അപ്പം നമ്മുടെ ലിപ്സിലത്തെ എന്തെങ്കിലും ഡെഡ് സ്കിന്നൊക്കെ പോയി ലിപ്സ് ഭയങ്കര പ്ലംഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിലാസെറപ്സിൻ്റെ ഇതിന് ഒരുപാട് ഫാൻസ് ആട്ടോ. നിലാസെറപ്സിൻ്റെ എന്താ പറയുക ലിപ് ബാം കേട്ടോ. ഉള്ളിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്.
കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചധികം ഒരുപാട് ആയുർവേദ ഹെർബ്സ് നമ്മൾ കാച്ചി കഷായ രൂപമാക്കി അത് നമ്മൾ എണ്ണയിൽ വീണ്ടും അതിനൊന്ന് കാച്ചിയെടുത്ത് നമ്മൾ വീണ്ടും അതിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ പ്യുവറായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക നമ്മൾ ആ തേനീച്ച കർഷകരുടെ അടുത്ത് നിന്ന് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യണ നമ്മുടെ ബി വാക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് മിക്സ് ആക്കി കുറച്ചധികം വാക്സുകൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് ബാം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇട്ടുകൊടുക്കുക. അപ്പൊ ഞാനെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫീൽഡായ കാരണം ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ലിപ്സ് ഒന്നും അങ്ങനെ ഡാർക്ക് ആവാറില്ല. സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഇട്ടുകൊടുത്താൽ മതി. കണ്ട ലിപ്സിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സിന്റെ ഒരു ഗ്ലോ ഉണ്ടല്ലോ, ആ ഗ്ലോവും അതുപോലെ ആ ഒരു എന്താ പറയാ ലിപ്സ് ഒന്ന് പ്ലംഡ് അതുപോലെ തന്നെ സോഫ്റ്റ് അധികം വരകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ലിപ്സിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ലൊരു ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ടോണർ സെറ്റായി. ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല. ഞാൻ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയാറ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എവിടെ റിവ്യൂ കണ്ടിട്ടൊന്നുമല്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ച പ്രൊഡക്റ്റ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഇത് എനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തും കൂടി പറയാം കേട്ടോ. അതെ, 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം തീരാറായപ്പോൾ ഞാൻ ഈ ഒരു ഓഫറിൽ രണ്ടാമത്തെ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് 2 എണ്ണം ഉണ്ട്. ഇത് ഞാൻ ഒരെണ്ണം തീരാറായപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത്ര ആയപ്പോൾ ഞാൻ ഇത് പുതിയ ഫ്രഷ് ബോട്ടിൽ മേടിച്ചതാട്ടോ. ഫ്രഷ് ആയിട്ട് പുതിയത് പൊട്ടിച്ചിട്ടില്ല. ഓഫർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചതാട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എന്താണെന്നറിയോ, കോസാറക്സിന്റെ ആണ്. നിങ്ങൾക്ക് അറിയണമല്ലേ കോസാറക്സിന്റെ മറ്റേ ആ ഒരു സ്നെയിൽ മെസ്സിൻ അങ്ങനത്തെ സംഭവം, അങ്ങനത്തെ ഒരുപാട് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് കണ്ടു ഇതിന്റെ ആ ഒരു എന്താ പറയാ ഇവരുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിച്ച് ട്രൈ ചെയ്യാന്ന്. ഇത് വന്നിട്ട് കോസാറക്സിന്റെ 6 പെപ്റ്റൈഡ് സ്കിൻ ബൂസ്റ്റർ ആണ്. അതായത് നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനെയാണ് ഇത് കൂടുതലായിട്ടും എന്താ പറയുക റിപ്പയർ ചെയ്ത് സ്കിന്നിന്റെ ബാരിയറിനെ നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേഷൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് നല്ല രീതിക്ക് തന്നെ സ്കിന്നിന്റെ ബാരിയർ, അതായത് നമ്മുടെ സ്കിന്നിന് ടോട്ടലായിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആൻഡ് ബാരിയർ റിപ്പയർ ചെയ്യണതാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ബോട്ടിൽ മേടിച്ചത്. അപ്പോൾ ഞാൻ ഈ ടോണർ അടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യണത്. ഇത് വന്നിട്ട് ഹൈലറോണിക് ആസിഡ്, NAG+ അമിനോ ആസിഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈവൻ സ്കിൻ ടോൺ, ഹൈഡ്രേറ്റിംഗ്, സ്മൂത്ത് പോർ ആൻഡ് സിബം കെയർ, ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ. മെയിനായിട്ട് ഇത് ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചറിനെയാണ് ഇതിൽ എന്താ പറയുക ടാർഗറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 6 പെപ്റ്റൈഡ്സ് ഇതിലുണ്ട് കേട്ടോ, പെപ്റ്റൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇത് തോന്നി. നല്ല രീതിക്ക് തന്നെ എന്താ പറയുക കൊളാജൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും, സ്കിൻ നന്നായിട്ട് പ്ലംഡ് ആക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നല്ല ബെനിഫിറ്റ് തോന്നി. മെയിനായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ നല്ല രീതിക്ക് തന്നെ നല്ല ഹൈഡ്രേഷൻ ലോക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു എസെൻസ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ഈ ടോണർ അടിച്ചതിന് ശേഷം ഇത് കുറച്ചിങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് കൊടുക്കും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഇത് ഒരെണ്ണം മേടിച്ച് ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് ജെന്യൂനായിട്ട് എൻ്റെ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. എൻ്റെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ. എല്ലാം പറ്റാറില്ല, പക്ഷെ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, ചെറിയൊരു കൊഴുകൊഴുപ്പുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ടാണ് ഞാൻ പിന്നെ സിറങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യാൻ പോണത് നിലാസ് ഹെർബ്സിന്റെ വിറ്റമിൻ C സീറം ആണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡാമേജസ് നല്ല രീതിക്ക് തന്നെ മാറ്റിയിട്ട് സ്കിന്നിനെ നമ്മുടെ എന്താ പറയുക സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് അതായത് നമുക്കിങ്ങനെ വെയിലേറ്റിട്ട് വരുന്ന ഡാർക്ക് സ്പോട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടെന്ന അൺഈവൻ സ്കിൻ ടോൺ, ഇതിനെയൊക്കെ നല്ല രീതിക്ക് തന്നെ ഈവൻ ആക്കും. അപ്പോൾ വിറ്റമിൻ C സീറവും നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ റിവിറ്റൻ സീറവും ഞാൻ അതായത് ഒരു സൈക്കിൾ മാതിരിയാണ് യൂസ് ചെയ്യണത്. അതായത് നമുക്കിങ്ങനെ തിങ്കളാഴ്ച ഇന്നത്, ചൊവ്വാഴ്ച ഇന്നത്, പിന്നെ ബുധനാഴ്ച എക്സ്ഫോളിയേഷൻ കൊടുക്കും. അപ്പം ഞാൻ അന്ന് ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമാണ് വൈകുന്നേരം ഇടുക. അങ്ങനെ പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പോൾ അതൊരു ദിവസം യൂസ് ചെയ്യും. സിറവും ആൻറ്റി ഏജിങ് എന്താ പറയുക ക്രീമും ഉണ്ട്. അങ്ങനെ മാറ്റിയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ വിറ്റമിൻ C സിറത്തിൻ്റെ ഈ ദിവസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളതും നമ്മൾ ആ ഒരു സൈക്കിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു വിറ്റമിൻ C സിറം കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തീരാറായി കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ എല്ലാവിടെയും ഇട്ട് കൊടുക്കുക.
ഇത് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത്. ഇപ്പം നാളെ ഞാൻ എന്താ പറയുക, ഈ ഒരു വിറ്റമിൻ സി സീറം അല്ല യൂസ് ചെയ്യുക, നാളെ റിവിറ്റൻ സീറം ആണ്. അത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് പർപ്പസ് ആണ് അതിന് മെയിനായിട്ട് വരുന്നത്. സ്കിൻ ക്ലിയർ ആവുകയും ചെയ്യും, പിന്നെ നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ചെയ്യണത് നിലാസെറപ്സിൻ്റെ നമ്മുടെ ആൻറ്റി ഏജിങ് ഡി ഏജ് സിറവും ഡി ഏജ് ക്രീമും ഉണ്ട്, അത് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ദിവസം ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യും, അതായത് ജസ്റ്റ് ഈ ഒരു സ്കിൻ ബൂസ്റ്റർ ലിപ്പിനെ കാണിച്ചു, അതും മോയ്സ്ചറൈസർ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റുട്ടീൻ എനിക്ക് നല്ലൊരു എന്താ പറയുക, സ്കിന്നിന് നല്ല ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നുണ്ട്. കുറേ പല പ്രൊഡക്റ്റുകളല്ല, ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കറക്റ്റായിട്ടൊരു മാസം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വ്യത്യാസം സ്കിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറം ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ സിറം ഒന്ന് സെറ്റായി, നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഹൈഡ്രേഷൻ, ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത്, ഭയങ്കര പ്ലംഡ് ആയിട്ട് ആ ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മോയ്സ്ചറൈസർ ഇടുക. നോർമൽ നിങ്ങൾക്ക് അറിയണതല്ലേ, നിലാസെറപ്സിൻ്റെ അലോവേര മോയ്സ്ചറൈസിങ് ക്രീമാണിത്. ഇതിൽ ചെറിയൊരു എന്താ പറയുക ലൈറ്റ് റോസ് കളറാട്ടോ ഇത് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ മതി എന്നിട്ട് ആദ്യം ഒന്ന്, ഞാൻ എപ്പോഴും പറയണ മാതിരി ആദ്യം ഒന്ന് എല്ലാവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് എല്ലാവിടെ ഒന്ന് പിടിപ്പിക്കുക. പിന്നെ ഞാൻ അണ്ടർ ഐ സിറം യൂസ് ചെയ്യാറുണ്ട്, അത് ഞാൻ എടുത്തില്ല അങ്ങോട്ട്, അത് മറന്നിട്ടാട്ടോ. കുക്കുംബർ അണ്ടർ ഐ സിറം ഉണ്ട് നമുക്ക്, നിലാസെറപ്സിൻ്റെ തന്നെയാണ്. പ്രൊഡക്റ്റുകളൊക്കെ മുകളിലേക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്ന തന്നെ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ എടുത്തുകൊണ്ടിരുമ്പോൾ പകുതി മറന്നു പോകും. നെക്സ്റ്റ് വന്നിട്ടതേ എൻ്റെ ഫേവറേറ്റ് ആണ് നിലാസെറപ്സിൻ്റെ കുങ്കുമാതി, നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ലോഷൻ. ഇത് എന്താ പറയുക, കുറേ പേര് ഇത് വാങ്ങി യൂസ് ചെയ്യേണ്ടത്, എന്നാലും കുറച്ച് പേർക്ക് ചിലർക്ക് അറിയുന്നില്ല നമ്മുടെ സൺസ്ക്രീൻ ഉള്ള കാര്യം. ഭയങ്കര നല്ല പ്രൊട്ടക്ഷൻ തരുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വൈറ്റ് കാസ്റ്റ് അടിച്ച് ഇങ്ങനെ എന്താ പറയുക വെയിൽ കൊള്ളുമ്പോൾ ഉരുകി ഒലിച്ച് അങ്ങനെയൊന്നും വരാത്തൊരു ഇതാട്ടോ. നെക്കിലേക്ക് സെപ്പറേറ്റ് ഞാൻ ഇത് കഴിയാറായി, ഞാൻ എടുത്തെടുത്ത് നെക്കിലേക്ക് ഞാൻ സെപ്പറേറ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ക്യാമറയെ നോക്കി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടേ എനിക്ക് കറക്റ്റ് ബ്ലെൻഡ് ആവണമെന്ന് അറിയുന്നില്ല, എന്നാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്ലെൻഡായി. വല്ലാണ്ട് അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. പെട്ടെന്ന് ചിലത് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് അടിച്ചിരിക്കും, അങ്ങനെ ഇല്ല കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ സ്കിന്നിന് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ലിപ്സ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ചുളിവുകളും ഒന്നും ഇല്ലാണ്ട് ലിപ്സ് ഭയങ്കര പ്ലംഡ് ആയിട്ടിരിക്കും. നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ഇതുപോലെ തന്നെ ഇനി പുറത്തേക്ക് പോകാം, ഇതിന് മുകളിൽ ഇനി വേറെ ഒരു കാര്യം ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോകാൻ നല്ല കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, ചിലർക്ക് ഈ പിമ്പിൾസ് മാർക്സ് ഒക്കെ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവില്ലേ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തൊക്കെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെവല് റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പം ഇതെൻ്റെ ഒരു ഉറപ്പാട്ടോ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഓൾഡ് വീഡിയോസും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും കുരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം കണ്ടില്ലേ, കുറേ നാളായിട്ട് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കണ്ടില്ല, അത്രയും നല്ലൊരു ഡിഫറൻസ് ആട്ടോ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ്, നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട്, മാർക്സ് ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ട്, അതുപോലെ ലിപ്സൊക്കെ ഭയങ്കര എന്താ പറയുക ഡാർക്ക് അടിച്ചിരിക്കുകയാണ്, ഒരു ഭയങ്കര ഡ്രൈ ആവാണ്, അങ്ങനെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതാ നിലാസ് ഹെർബ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്ട്സ് മേടിക്കാം. അല്ല നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് നമ്മുടെ നിലാസ് കാർട്ടിൻ്റെ ആണ്. നേരെ അതിൽ പോയിട്ട് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു
പഴയ ആ ഒരു ഇതിൽ നിന്ന് നല്ല അങ്ങനെ കുറച്ചധികം നാൾ കൊണ്ടാട്ടോ, ജസ്റ്റ് ഒരു കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഒരു 3 മാസം നമ്മൾ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ ക്ഷമയോടുകൂടി യൂസ് ചെയ്യുക കേട്ടോ. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു കോൺഫിഡൻസോട് കൂടി ചെയ്യാം ഏത് കാര്യമാണെങ്കിലും. അപ്പം നമുക്കത് എന്തായാലും വർക്കാവും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജസ്റ്റ് കുറേ പുറത്തേക്ക് കുറേ തേച്ചത് കൊണ്ട് മാത്രം ഉണ്ടാവില്ല, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കണ ഫുഡുകൾ കൂടി ശ്രദ്ധിക്കണം. കുറേ ഓയിലി ജങ്ക് ഫുഡ്, കുറേ ഷുഗറി ഫുഡ്സുകൾ, അല്ലെങ്കിൽ കുറേ എന്താ പറയുക പാക്കറ്റ് ഫുഡുകൾ, അങ്ങനത്തെ ഓരോന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പരട്ടിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടണമെന്നില്ല. പകുതി നമ്മൾ ഫുഡിലും പകുതി നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടുകയും ചെയ്യും, നമുക്ക് റിസൾട്ട് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഇതുപോലെ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ട്രൈ ചെയ്ത് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.